ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവാണ്, ഒരു തിളയ്ക്കുന്ന രക്തമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ രാഹുൽ മാങ്കുടത്ത് ഷാഫി പറമ്പിലും ഒക്കെ പൊതുവെ അങ്ങനെയാണ്. ഷാഫിയൊക്കെ എവിടെ നിന്നാലും അവിടെ ജനങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ബംഗാളികളെയും കുടുംബശ്രീക്കാരെയും അയൽക്കൂട്ടക്കാരെയും ഒന്നും വിളിച്ചു കൂട്ടണ്ട. അല്ലാതെ തന്നെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും വിഷ്ണുനാഥും ശബരിനാഥും ഇത്തരത്തിൽ യുവ നേതാക്കൾ മാത്യു കൊളനാടനും ഒക്കെ കൂടുന്നിടത്ത്, സതീശൻ കൂടുന്നിടത്ത് അത്രയും ആളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നേതാക്കളൊക്കെ കൂടുന്നിടത്ത് അത്യാവശ്യം ആളുകളുണ്ടാവും. കാരണം അവർക്ക് വ്യക്തമായ നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അവർ നയിക്കാൻ അർഹരാണ്, അവർക്ക് ജനങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു നിലപാട് പലപ്പോഴും ആളുകൾക്കിടയിൽ ഉണ്ടായതായി തോന്നാറുണ്ട്. കാരണം ഇവരുടെയൊക്കെ വിജയങ്ങൾ അതാണ് നമ്മളെയൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ നൽകുന്ന പാഠം എന്ന് പറയുന്നത്. ഇപ്പോൾ വെറുതെ പോയ ഷാഫി ഒന്ന് ചൊറിഞ്ഞതാണ് CPM-ന്റെ ഒരു സെക്രട്ടറി, നമ്മുടെ സുരേഷിന് ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഷാഫി പറമ്പിൽ MP-ക്കെതിരെയുള്ള പരാമർശത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആ പരാമർശത്തിൽ തെളിവുകൾ പുറത്തുവിടണം എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ പോലീസ് കേസ് എടുത്തില്ല എങ്കിൽ കോടതിയിൽ നേരിട്ട് പോയി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: CPM-ലെ പോലെ 52 വെട്ടി കൊല്ലുന്ന ശീലമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. പക്ഷേ നിയമം അതിൻ്റെ വഴിക്ക് പോയി ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പരാമർശത്തിൽ പരാതി നൽകിയ കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് പറയുന്നത്, ഒരു ആയുധമെടുത്ത് പെരുമാറാനും ഒരു ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനും ഞങ്ങളില്ല. പക്ഷേ ഷാഫി പറമ്പിൽ MP പാലക്കാടിന്റെ സ്വത്താണ്, പാലക്കാടിന്റെ മുത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു MP-യെ ഇത്രയും നീചമായി പരിഹസിക്കുകയും അതുപോലെ തന്നെ ഗൗരവമായ ചില പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി CPM-നുണ്ട് എന്നുള്ളതാണ്. അത് വെറും ഒരു CPM നേതാവല്ല, പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അവിടത്തെ മുൻ MLA കൂടിയായ ഷാഫി പറമ്പിലിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവ് മാത്രം കോൺഗ്രസിനും പൊതുജന മധ്യത്തിലും കിട്ടണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ സുരേഷ് ബാബുവിനെതിരെ ഏതറ്റം വരെ പോയി നിയമ നടപടി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള കർശനമായ തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. വെട്ടിക്കൊല്ലാനും ഇല്ലായ്മ ചെയ്യാനും പഠിച്ച CPM അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു നേതാവിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ തങ്ങൾക്കറിയും എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ CPM-ന്റെ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് പക്ഷേ കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ ഇത്രയും വൃത്തികെട്ട ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും അതിനെതിരെ തിരിഞ്ഞിട്ടില്ല. ഷൈൻ ടീച്ചർക്കെതിരെ വന്ന ആരോപണത്തിന് മണിക്കൂറുകൾ വച്ച് കേസെടുത്ത് എതിരഭിപ്രായം പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നീതിയും ന്യായവും ഷാഫി പറമ്പിന് കിട്ടണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തിട്ടും അതിനെതിരെ നടപടി ഇല്ല എങ്കിൽ തീർച്ചയായും നിയമ നടപടിയിലേക്ക് പോയി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ളതാണ് സതീഷ് പറയുന്നത്. അതായത് പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കുമോ? പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കും, ഞങ്ങൾക്ക് തെളിവ് പുറത്തുവിടണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, കോലിട്ടിളക്കി പ്രത്യാഘാതം ഉണ്ടാക്കരുത്. ഞങ്ങൾ പല തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ചു, അവസാനത്തെ ആയുധം ഇപ്പൊ ഇതാണ്. ഇതിലും പരിഹാരമായില്ലെങ്കിൽ ഞങ്ങൾ CPM അല്ലാത്തത് കൊണ്ട്, കോൺഗ്രസ് പ്രസ്ഥാനമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പോലെ 52 വെട്ടി ശീലമില്ലാത്ത പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ തിരുപ്പാച്ചി അരിവാളും ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് പരാതിക്കാരൻ സതീശൻ പറയുന്നത്. ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്, മൊഴിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിൻ്റെ അഭിപ്രായം എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അന്ന് പറഞ്ഞതിൽ സുന്ദരികളായ സ്ത്രീകൾ എന്നാ പറഞ്ഞത്? എല്ലാ സ്ത്രീകളും സുന്ദരികളാണ്, സുന്ദരികളല്ലാത്തവരുമായ സ്ത്രീകളായിട്ട് സമൂഹത്തെ, അതായത് സുന്ദരികളായ സ്ത്രീകളും സുന്ദരികളല്ലാത്ത സ്ത്രീകളുമായി സമൂഹത്തെ രണ്ടായി തിരിക്കുന്ന ഈ CPM ഈ സെക്രട്ടറിയുടെ നയത്തെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന
രീതിയിലാണ് ഇയാളുടെ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം അതുകൊണ്ട് സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് മാത്രമല്ല, ഷാഫി പറമ്പിൽ ജനകീയനായ നേതാവാണ്. അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി വ്യക്തിഹത്യ ചെയ്ത അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പൊതുപ്രവർത്തകനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് CPM കോൺഗ്രസ് കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം, ഈ CPM-നെ സംബന്ധിച്ച് ഇവർക്ക് എന്തും പറയാം എന്ന നിലയിലേക്ക് ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരാളെ കുറിച്ച്, ഒരാളെ താഴ്ക്കണം അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കണമെങ്കിൽ പെണ്ണ് കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരിക, പെണ്ണ് കേസുമായി മുന്നോട്ട് പോയാൽ ഇവരെ എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്നത് പെണ്ണ് കേസാണ്. CPM-നെ സംബന്ധിച്ച് ഒന്നുകിൽ ഇന്നോവ വന്ന് പിന്നെ 52 വെട്ടി തീർക്കുക, അല്ലെങ്കിൽ പെണ്ണ് കേസിൽ പെടുത്തുക. ഇതാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ വീട്ടിലിരുത്തിയത് എങ്ങനെയാണ്? ഒരു കേസും അദ്ദേഹത്തിനെതിരെ ഇല്ല, ആരും പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ സമ്മതമില്ലാതെ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേസെടുക്കണം. അതിൽ ഒരു പരാതിയുമില്ല. ഒരു എതിരഭിപ്രായവും അതിൽ വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തിയിട്ട് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണം, അതിലൊരു പരാതിയുമില്ല. പക്ഷേ ഷാഫി പറമ്പിൽ സുന്ദരികളായ സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് പറയുമ്പോൾ സുരേഷ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ സുരേഷിനെയും കൂടെ കൊണ്ടുപോകാറുണ്ടോ ഈ ബാംഗ്ലൂരിൽ ട്രിപ്പ് വിളിക്കുമ്പോൾ? അല്ല, സുരേഷിന് ഇത്രയും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ CPM നേതാക്കൾക്കെല്ലാം കോൺഗ്രസ്സുകാരുടെ റൂമുകളിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം ഇവരെ അതിൻ്റെ അകത്തൊക്കെ ഒളിക്യാമറ വയ്ക്കുമോ, അതോ ഇവരൊക്കെ കട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കുകയോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒളിഞ്ഞു നിന്ന് നോക്കുകയോ ചെയ്തിട്ടാണോ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ മുറിയിൽ ഇങ്ങനെ ഗർഭചിത്രം നടക്കുകയാണ്, സ്ത്രീകളെ ബലമായി പീഡിപ്പിക്കുകയാണ്, സ്ത്രീകളുമായി പിന്നെ ട്രിപ്പ് പോകാനൊക്കെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഇനി പാർട്ടിക്കകത്ത് ആരെങ്കിലും വിളിച്ചതായിട്ട് സുരേഷ് ബാബുവിന് അറിയാമോ? അങ്ങനെയാണെങ്കിൽ സുരേഷ് ബാബു തങ്ങളുടെ പാർട്ടിയിലുള്ള ഒരാൾക്ക് ഷാഫി പറമ്പിൽ നിന്ന് ഇത്രയും മോശമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് കൃത്യമായി പറയുക തന്നെ വേണം. അല്ലാത്ത പക്ഷത്തോളം ഇതാരും വിശ്വസിക്കാനാണ്? സുരേഷ് ബാബു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പെണ്ണ് കേസുകൾ കുത്തിപ്പൊക്കി വിട്ടെന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിക്കുക, കേരളത്തിലെ കോൺഗ്രസിന് അധികാരത്തിൽ വരില്ല, അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ ജയിക്കുമായിരിക്കാം, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടവും ജയിക്കുമായിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവരൊക്കെ ജനകീയനായ നേതാക്കന്മാരാണ്. ഇവരൊക്കെ ഒരുപക്ഷെ ജനങ്ങളിലെ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഇവർക്കൊക്കെ കഴിയുമായിരിക്കാം. അതുകൊണ്ട് ഇവരൊക്കെ ജയിക്കുമായിരിക്കാം. കോൺഗ്രസിലെ കുറെ യുവ നേതാക്കളുണ്ട്, ഇവരൊക്കെ ജയിക്കുമായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കോൺഗ്രസ് ജയിക്കണമെന്നില്ല, കോൺഗ്രസ് അധികാരത്തിൽ വരികയുമില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു പതനം എന്ന് പറയുന്നത് അവരായിട്ട്, കാരണം സതീശനെയൊക്കെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി തലപ്പത്തിരുത്തിയാൽ സതീശനൊക്കെ ഈ പാർട്ടിയെ വളർത്തുകയാണോ ചെയ്യുന്നത്? പിതൃതുല്യനായ ഒരു മകളെയും കൊണ്ടുവന്ന് പാർട്ടിയെ മുഴുവൻ അപമാനിച്ച് തകർത്ത സതീശൻ എന്താണ് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും അറിയില്ല. എന്തായാലും കോൺഗ്രസ് വരില്ല. പക്ഷെ എങ്കിൽ പോലും ഷാഫിയെ പോലുള്ള ഒരു നേതാവിൻ്റെ, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ആ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടികളുടെ സ്കൂളിലുള്ളവർ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ടീച്ചേഴ്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു അപമാനവും നാണക്കേടും ഒക്കെ. അപ്പം നിങ്ങൾ ഇതിന് തക്കതായ ഇനി ഇത്തരത്തിൽ തെളിവുണ്ടെങ്കിൽ അത് നിരത്തുക. അല്ലാതെ അപവാദം പറഞ്ഞ് ഒരാളെ തകർക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് കൃത്യമായ ശിക്ഷ നിങ്ങൾക്കെതിരെ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സുരേഷ് ബാബുമാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ തെണ്ടി നടക്കും.